കൈലാസ്, എന്നെ ശരിക്കും ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തോന്ന്? ഹൗ ഐ ലുക്ക്? സൂപ്പർ. ഈ ഡ്രസ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണ നീ ദുബായ് പോയിട്ട് വന്നപ്പോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാ. ഓ, റിയലി നൈസ്. താങ്ക് യു. അല്ല, എന്നോട് എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? എനിക്കറിയില്ല. അറിയില്ലേ? ഡാഡി പറഞ്ഞിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. അല്ല, ഞാനെന്തിനാ നിന്നോട് വരാൻ പറയുന്നേ? അതിന് കാരണം ആ പെൺകുട്ടിയുടെ ഐശ്വര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പണിക്കർക്ക് എന്താ തോന്നുന്നത്? ഈ പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കാം. ഏത് പെൺകുട്ടിയെ കുറിച്ച് ഇവര് സംസാരിക്കുന്നത്? ഈ സമയത്ത് എന്തിനാ ഇവര് പണിക്കരെ വിളിച്ചു വരുത്തിയത്? ആ കുട്ടി കാരണം കുടുംബത്തിലൊരു നല്ല കാര്യം നടന്നിട്ടും ഞാൻ അവൾക്ക് തിരിച്ചൊന്നും ചെയ്തില്ല. ആ നാട്ടിൽ പോയി അവളെ ഒന്ന് കാണണം. അത് ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ചെറിയൊരു പ്രയാസം. അങ്കിൾ ആരെ കുറിച്ചായി സംസാരിക്കുന്നത്? പൂജയും വഴിപാടും കഴിപ്പിക്കാൻ പോയപ്പോഴേ നമ്മളൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടില്ലേ? അഭിഷേകം ചെയ്യാൻ വെള്ളം എടുത്തെന്ന പെൺകുട്ടി. അവളെ കുറിച്ചാ. ഏത് പെൺകുട്ടി? കാറിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കിയ പെൺകുട്ടിയോ? ആ, അവളെ കുറിച്ച് തന്നെ. അവളെ നിന്റെ അങ്കിളിന് ഒരുപാടങ്ങ് പിടിച്ചുപോയി. ഇപ്പൊ നോക്കിയപ്പോ അവളെ കുറിച്ച് പറയാനേ നേരമുള്ളൂ ഇവിടെ. അവള് സഹായിച്ചോണ്ടാണത്രേ പരിഹാര കർമ്മങ്ങളൊക്കെ നല്ല ഭംഗിയായി നടന്നത്. ഡാഡി പറയുന്ന സത്യമല്ലേ മമ്മി? ഷീസ് എ ലക്കി ചാം. ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ അവളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഇവിടെ വന്നപ്പോ ഇവിടെയും സംസാരം അവളെ കുറിച്ച് തന്നെ. ദേ കണ്ടില്ലേ, ഡാഡിയും മോന് 24 മണിക്കൂർ അവളെ കുറിച്ച് തന്നെയാ സംസാരം. അവളെ വാഴ്ത്തിപ്പാടുന്ന കേട്ട് കേട്ട് എനിക്ക് മടുത്തു. അവളെ കുറിച്ച് പറയുമ്പോ മമ്മി എന്തിനെങ്ങനെ ചൂടാവുന്നേ? അവള് നല്ലൊരു കുട്ടിയല്ലേ മമ്മി? നല്ല മര്യാദയുണ്ട്, സഹായിക്കാനുള്ള മനസ്സുണ്ട്. അതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചതല്ലേ. മതി, ആ പെണ്ണിനെ വാഴ്ത്തി പാടുന്നൊന്ന് നിർത്ത്. വാ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. പണിക്കര് വരൂ, കഴിക്കാം. എനിക്ക് വേണ്ട സീതാമ്മേ. വീട്ടിൽ ചെന്ന് കുളിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ അത്താഴം കഴിക്കൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. വാ വാ. വാ, ഇരിക്കെ. അങ്കിൾ അങ്കിൾ എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട മോളെ. ഒരു സന്തോഷ വാർത്തയുണ്ട്. അതിപ്പോ തന്നെ നിന്നോട് പറയണോന്ന് തോന്നി. സന്തോഷ വാർത്തയോ? എന്താ അങ്കിൾ? എന്തായിരിക്കും, നീ തന്നെ പറ. ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, കുട്ടിയെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ പറഞ്ഞു കൊടുക്ക്. നമ്മുടെ ഓഡിറ്റർ വിളിച്ചിരുന്നു. ഈ വർഷം നമ്മുടെ ലാഭത്തിൽ 18 കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 18 കോടിയുടെ വർധനവ്. സത്യമാണോ അങ്കിൾ? യെസ്. Our turnover is 110 crores. വാവ്, കൺഗ്രാറ്റ്സ് അങ്കിൾ. അതെ, അഭിനന്ദനങ്ങൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, നിനക്ക് കൂടി അവകാശപ്പെട്ടതാ. അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ അങ്കിൾ. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമല്ലേ ചെയ്തുള്ളൂ. നീ നിന്റെ ഡ്യൂട്ടി സിൻസിയറായി ചെയ്തതിന്റെ റിസൾട്ടാണിത്. നീ CEO ആയി ചാർജ് എടുത്തതിന് ശേഷമാണ് നമ്മുടെ ഗാർമെന്റ്സ് ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങിയത്. അങ്കിളാണ് എന്റെ ഇൻസ്പിറേഷൻ. അങ്കിൾ ചെയ്യുന്നത് കണ്ട ഞാൻ എല്ലാം പഠിച്ചത്. ഞാനത് അനുകരിച്ചു. അതിന്റെ റിസൾട്ടാണ് ഈ കണ്ടത്, അല്ലാതെ എന്റെ മിടുക്കൊന്നുമല്ല. നിന്റെ എളിമ കൊണ്ടാ നീ ഇങ്ങനെ പറയുന്നത്. നിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണിത്. നമ്മുടെ ഗാർമെന്റ്സിന് വേണ്ടി 24 മണിക്കൂറും ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം മോളെ. അതുകൊണ്ട് ഗാർമെന്റ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എന്റെ ടെൻഷൻ മുഴുവൻ ഇവനെ കുറിച്ചാ. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്.
കമ്പനി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ തെളിയിച്ചില്ലേ? അതുപോലെ അങ്കിൾ ആവശ്യപ്പെട്ട ഫാമിലി കാര്യങ്ങളും എനിക്ക് നന്നായി മാനേജ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്കിളിന് ഒരു ടെൻഷനും വേണ്ട. ആന്റി എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായി തന്നെ നോക്കിക്കോളാം. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ നിന്റെ ആന്റി ആണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായത്? നിങ്ങളെന്താ പറഞ്ഞു വരുന്നേ? നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ ഞാനാണെന്നോ? ഓ, അത് കേട്ട് ചിരിക്കാൻ ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ. നീ എന്തിനാ അടിച്ചിരിക്കുന്നേ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. തമാശ പറഞ്ഞാലും മനസ്സിലാകാത്തൊരു കഴുത. ആ മോളെ, ഒരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്. എന്താ അങ്കിൾ? യുഎസിൽ നിന്ന് അരവിന്ദ് കുറെ ഓർഡേഴ്സ് കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ. ഞാനത് ഫോളോ അപ്പ് ചെയ്തോളാം. മോളെ, ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ചുമതലകൾ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെയാ ഇതും. നിനക്ക് ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടോ? അങ്കിൾ എന്തായി പറയുന്നേ? എന്നിലുള്ള വിശ്വാസം കൊണ്ടല്ലേ അങ്കിൾ ഇതെല്ലാം എന്നെ ഏൽപ്പിക്കുന്നേ. അതെനിക്ക് സന്തോഷമല്ലേ? ഇറ്റ്സ് ഓക്കെ. ഇതിന്റെ കൂടെ ഒരു ഉത്തരവാദിത്വം കൂടി നിന്നെ ഏൽപ്പിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡാഡി, കീപ് ക്വയറ്റ്. ഞാൻ പറഞ്ഞു മുഴുമിപ്പിക്കട്ടെ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെയായി. കൈലാസിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് അങ്കിൾ എന്നോട് ചോദിക്കാൻ പോവുക. ഒറ്റയടിക്ക് യെസ് പറയാൻ പാടില്ല. കുറച്ചു നേരം ആലോചിച്ചിട്ട് ഈ കുടുംബത്തിന് ഒരു ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ഓക്കെ പറയാം. അങ്കിൾ, കൈലാസിനെ കുറിച്ച് എന്തോ പറയാൻ വന്നല്ലോ. എന്താ അങ്കിൾ? ഇവനെ നീ ഒന്ന് നേരെയാക്കി എടുക്കണം. അങ്കിൾ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലായില്ല. വെറുതെ കളിച്ചും കറങ്ങി നടക്കുവൻ. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ. ഡാഡി, ഐ ആം നോട്ട് എ കിഡ് എനിമോർ. ഞാനെന്താ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. കൈലാസിനെ കുറിച്ച് ഓർത്ത് അങ്കിള് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ആവശ്യം വരുമ്പോ കൈലാസ് സീരിയസ് ആയിക്കോളും. ഇനി എപ്പോ സീരിയസ് ആവാനാ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഞാനേ ഇവനെ ഗാർമെന്റ്സിലേക്ക് അയക്കാം. ബിസിനസ് എന്താണെന്നോ നീ ഇവന് പഠിപ്പിച്ചു കൊടുക്കണം. നീ നിന്റെ എക്സ്പീരിയൻസ് ഇവന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അത് കേട്ടവും പഠിക്കട്ടെ. നിന്റെ ടാലന്റിന്റെയും എക്സ്പീരിയൻസിന്റെയും പകുതി കിട്ടിയാൽ മതി. ഇവൻ മിടുക്കനായി മാറും. കൈലാസിന് ഞാൻ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കാനോ? യെസ്, യു ആർ ദ റൈറ്റ് പേഴ്സൺ. ഞാൻ എന്റെ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. നിന്നെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇവൻ കൂടി ബിസിനസ്സിൽ ഇറങ്ങിയ അത് നിനക്കൊരു ഹെൽപ്പാവും. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്കിൾ എന്നോട് വരാൻ പറഞ്ഞത്? അതെ മോളെ. മോളെന്താ ആലോചിക്കുന്നത്? ഇവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നാണോ? അതെ അങ്കിൾ. സ്റ്റോപ്പ് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് എനിവൺ ടു ടീച്ച് മീ. ഐ ആം MBA ഗ്രാജുവേറ്റ് ഫ്രം US. ഒരു ബിസിനസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കിപ്പോ കഴിയില്ല. എന്റെ മനസ്സിൽ വേറെ ചില ഐഡിയാസ് ഉണ്ട്. എന്താ ഐഡിയ? പറ, ഞങ്ങൾ കൂടി ഒന്ന് അറിയട്ടെ. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാൻ പുതിയ രാജ്യം കണ്ടുപിടിക്കാൻ, അതാണോ നിന്റെ പുതിയ ബിസിനസ് ഐഡിയ? മമ്മി, ഡാഡിയോട് ഒന്ന് മിണ്ടായിരിക്കാൻ പറ. എനിക്ക് ബിസിനസ്സുകാരനാവണ്ട. പിന്നെ നിനക്ക് എന്താവണ്ടേ? അതുകൂടി പറ. നീ ഡാഡിയെ പോലെ പ്രഷർ തലവെച്ച് നടക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കെപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കണം. ഓഫീസിൽ തലപോയിക്കുന്ന ജോലിയൊന്നും ഇല്ല. അവിടെ പോയൊരു കസേരയിലിരുന്നോ. മമ്മിക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തേ? ഇവിടെ ആർക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തേ? എടാ, കുറച്ചു ദിവസം പോയി നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പറ്റില്ലെങ്കിൽ പിന്നീട് ആലോചിക്കാം. മമ്മി, ഈ കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നേ? നീ ഇരുന്ന് കഴിക്ക്. ഇരിക്കടാ. ഗവൺമെന്റ്സ് നോക്കി നടത്താൻ ഞാൻ വേണം. ഓഡിറ്റിംഗ് ശ്രദ്ധിക്കാൻ ഞാൻ വേണം.
ഫാക്ടറി നിലനിൽക്കാൻ ഞാൻ വേണം, പക്ഷെ കുടുംബത്തിൽ ഒരാളായി ഞാൻ വേണ്ട. അങ്കിളിനും മോനും പട്ടിക്കാട്ടുകാരിയെ വാഴ്ത്തിപ്പാടാൻ 100 നാവാ. ഞാനെന്താ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവളാണോ? ജീവിതകാലം മുഴുവൻ ഞാനൊരു ജോലിക്കാരിയായി നിൽക്കണമെന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ. ഈ കുടുംബത്തെ നുഴഞ്ഞു കയറി നിങ്ങളെയൊക്കെ ഞാൻ എന്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും. നിങ്ങൾ കണ്ടോ? ഇല്ലെങ്കിൽ എന്റെ പേര് മുക്ത എന്നല്ല. ഹലോ, ഇയാളാരാ? ആരാന്നല്ലേ ചോദിച്ചേ? കള്ളനൊന്നും അല്ല പാർവതി, ഇത് ഞാനാ. നീയായിരുന്നോ? ഈ വേഷത്തില് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ ചെക്കനാണെന്ന്. എന്റെ ജോലിക്ക് ഈ വേഷം വേണം. അതെന്താ ജോലി? ഫുഡ് ഡെലിവറി ഗേൾ. എന്നുവെച്ചാ ആൾക്കാര് ഓൺലൈനില് ഫുഡ് ഓർഡർ ചെയ്യും, ഞാനത് അവർക്ക് എത്തിച്ചു കൊടുക്കും. നീ എന്തിനാ ആഹാരം എത്തിച്ചു കൊടുക്കുന്നത്? ഇവിടെയുള്ളവരാരും വീട്ടിൽ വെച്ചുണ്ടാക്കാറില്ലേ? നിന്റെ നാട് പോലെയൊന്നും അല്ല ഈ ടൗണ്. ഇവിടെ ആർക്കും ഒന്നിനും സമയമില്ല. പണം സമ്പാദിക്കാനുള്ള ഓട്ടത്തിലല്ലേ എല്ലാരും. ഫുഡിന് വേണ്ടി അവർ ആശ്രയിക്കുന്നത് എന്നെ പോലുള്ളവരെയാ. അവർ ഓർഡർ ചെയ്യുന്ന ആഹാരം ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങി അവർക്ക് എത്തിച്ചു കൊടുക്കും. കമ്പനി ഞങ്ങൾക്ക് ശമ്പളം തരും. കമ്പനി തന്ന യൂണിഫോമാ ഇത്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ലേ? നീ ആഹാരം കഴിച്ചോ? വൈകുന്ന് നീ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ക്യാൻറ്റീനിൽ പോയി കഴിച്ചു. അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണോ അല്ലേ? എന്റെ ഫുഡ് വാങ്ങി വെച്ചിട്ടില്ലേ? എന്തായാലും നിന്റെ മുഖത്തൊരു വിഷമം? ക്യാൻറ്റീനിലെ ഫുഡ് തീർന്നു പോയോ? ഇല്ല. പിന്നെ നിന്റെ ആഹാരം ഭാഗ്യലക്ഷ്മി ചേച്ചി എന്റെ കയ്യിൽ തന്നതാ, പക്ഷെ താഴെ വീണുപോയി. ഓ, അതിനാണോ നിനക്ക് ഇത്ര വിഷമം? സാരമില്ല, അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ. എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്, ഞാൻ അത് കഴിച്ചോളാം. ഇവരെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നെ? ഉടക്കാനുള്ള പുറപ്പാടാണോ? ഏയ് അല്ല, നാട്ടുകാർക്ക് മുഴുവൻ ആഹാരം കൊണ്ട് കൊടുക്കുന്നവളല്ലേ നീ. അവര് വന്നത് നിനക്ക് ആഹാരം കൊണ്ട് തരാനാ. അവിടെ വന്നാലും എങ്ങനെയാ? കേറി വാ. കൊണ്ട് കൊടുക്ക്. എനിക്കല്ല, മീരയുടെ കയ്യിൽ കൊടുക്ക്. ഞങ്ങളെ തോൽപ്പിച്ചു എന്നൊരു അഹങ്കാരം ഉണ്ടാവും നിന്റെ മനസ്സിൽ. നീ അധികകാലം ഈ ഹോസ്റ്റലിൽ ഉണ്ടാവില്ല. നിന്നെ നിന്റെ പട്ടിക്കാട്ടിലേക്ക് തന്നെ ഞാൻ കെട്ടുകെട്ടിച്ചിരിക്കും. കാണാം കാണാം, കാണിച്ചു തന്നിരിക്കും. ആയിക്കോട്ടെ, തൽക്കാലം പോ. പാടി. പാർവതി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ ആഹാരം എത്തിയിരിക്കണം. ഋതിക, ഇവൾ ആവശ്യപ്പെടുന്ന ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുത്തേക്ക്. മുക്തി ഋതികയും ഡയാനയും എപ്പോഴും ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും. അതിലൊന്നും തലയിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജോലി കഴിഞ്ഞുടനെ ഞാൻ ഹോസ്റ്റലിലേക്ക് ഓടി വരുന്നത്. എല്ലാരും വരുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ച് മുറിയിൽ കയറിയാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ഇനി എനിക്കങ്ങനെ പറ്റില്ല. കൂടുതൽ സമയം ജോലി ചെയ്തേ പറ്റൂ. മീരെ കാണുമ്പോ ഒരുപാട് പഠിച്ച കുട്ടിയെ പോലെ തോന്നുന്നത്. ആൾക്കാർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നത് ചെറിയ ജോലിയല്ലേ? ഒരുപാട് പഠിച്ചവർക്ക് വലിയ ജോലി കിട്ടില്ലേ? ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ്. അസുഖം തുടങ്ങിയിട്ട് കുറെ കൊല്ലമായി. മെഡിസിന് തന്നെ ഒരുപാട് പൈസ വേണം. ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിരുന്നു എന്റെ അച്ഛൻ. അസുഖം കാരണം ആ ജോലി വിടേണ്ടി വന്നു. ഒരു വരുമാനവും ഇല്ല. പറഞ്ഞ പാർവതി വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പട്ടിണി കിടന്നിട്ടുണ്ട് ഞാൻ ദിവസങ്ങളോളം.
അപ്പോഴാ ഞാൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങിയത്. 1-2 ജോലി കിട്ടി. പക്ഷെ ചെറിയ ശമ്പളോ, അച്ഛന് മരുന്ന്, വീട്ടു ചെലവ്, അതൊന്നും കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോഴാ ജോലി അന്വേഷിച്ച് ഞാൻ ഇവിടെ വന്നത്. ഈ ജോലിയെ കിട്ടിയുള്ളൂ. എന്നാലും കാര്യങ്ങളൊക്കെ ഒരുവിധം സ്മൂത്തായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അച്ഛന്റെ അസുഖം കൂടിയപ്പോ ഡോക്ടർ കൂടുതൽ മെഡിസിൻസ് എഴുതി. എല്ലാം വില കൂടിയ മെഡിസിൻസാ. കൂടുതൽ കാശുണ്ടാക്കണമെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണ്ടേ. അതുകൊണ്ടാ ഞാനിപ്പോ വരാൻ വൈകുന്നത്. മരുന്നുകൊണ്ടൊന്നും അച്ഛന്റെ അസുഖം ഭേദമാവില്ലെന്നാ ഡോക്ടർ പറയുന്നത്. സർജറി വേണം. സർജറി ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാനാ? ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. മുഴുവൻ സമയവും ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ കൃഷ്ണൻ പോലുമില്ല എന്നെ സഹായിക്കാൻ. നിന്റെ ഉള്ളില് ഇത്രയധികം സങ്കടങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒക്കെ ശരിയാവും. നിന്റെ കൃഷ്ണൻ നിന്നെ കൈവിടുകയൊന്നുമില്ല. ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. വിശന്ന് വന്നതല്ലേ, കഴിക്ക്. ഏറ്റവും കൂടുതൽ സങ്കടങ്ങളുള്ളത് എനിക്കാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെക്കാൾ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട് ഈ പാവത്തിന്. ജയന്തി ചേച്ചി പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കോ? എന്റെ ശമ്പളം വെറും 12,000 രൂപ ആയിരിക്കോ? അത് പലിശ കൊടുക്കാൻ പോലും തികയില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അച്ഛന്റെ കടം വീട്ടുക? എങ്ങനെയാ ചേച്ചിയുടെ കല്യാണം നടത്തുക? ആ കരുണാകരൻ എന്നോട് ഒരു ദയയും കാണിക്കില്ല. ജയന്തി ചേച്ചി പറഞ്ഞതുപോലെ മറ്റെവിടെയെങ്കിലും ജോലി സംഘടിപ്പിക്കാമെന്ന് വെച്ചാ ഞാൻ ആരോടെ പോയി ചോദിക്കുക? എന്നെ സഹായിക്കാൻ എനിക്കിവിടെ ആരാ ഉള്ളത്? നിനക്ക് ഞാനുണ്ട് പാർവതി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യമായി കണ്ട ആ നിമിഷം തന്നെ നീ എന്റെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുക. പക്ഷേ നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. കാണുമ്പോഴെല്ലാം എന്നെ ആട്ടിപ്പായിക്കുകയല്ലേ. ഒരു കാരണവുമില്ലാതെ എന്നെ വെറുക്കുകയല്ലേ. കാരണമില്ലാതെ ഞാൻ ആരെയും വെറുക്കാറില്ല. പക്ഷേ ആ പ്രിയനെ കാണുമ്പോഴെല്ലാം എന്താന്നറിയില്ല, വെറുപ്പും ദേഷ്യവും കാലിന്റെ പെരുവിരൽ മുതൽ അരിച്ചു കയറും. അവനെ പോലുള്ള വായി നോക്കിയാളെ കണ്ട ഏത് പെൺകുട്ടിക്കാ ദേഷ്യം വരാത്തത്? കരുണാകരൻ വിഷം തന്നെയാ. പക്ഷെ അയാളെക്കാളും വലിയ വിഷ ആ പ്രിയൻ. കരുണാകരനേക്കാളും എനിക്ക് പേടി അവനെയാ. ഒരു ദിവസം നിനക്കെന്നെ മനസ്സിലാവും. ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവും. അന്ന് നീ എൻ്റെ അടുത്ത് വരും. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും. തുളസി ചേച്ചിയുടെ കൂടെയല്ലേ? തുളസി ചേച്ചി, ചേട്ടന്റെ ജീവിതം തുളസി ചേച്ചിയുടെ കൂടെ ആയിരിക്കും എന്നല്ലേ പറഞ്ഞേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാനിത് തരാനാ വന്നേ. തുളസി ചേച്ചി ലൈനിലുണ്ട്. നീ എന്തിനാ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? എനിക്ക് അവളോട് സംസാരിക്കാനും വേണ്ട. ഇന്നാ സംസാരിക്കാനാ പറഞ്ഞത്. എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞില്ലേ? നീ ഫോൺ കൊണ്ടുപോയേ. അയ്യോ, ഫോൺ കട്ടായല്ലോ. തുളസി ചേച്ചിയോട് സംസാരിക്കില്ലേ? ഇല്ല. ഉറപ്പാണോ? ആ, ഉറപ്പാ. അമ്മേ! അമ്മയെ വിളിക്കുന്നത് എന്താടാ ഇവിടെ? നീ എന്തിനാ ഇങ്ങനെ അലർന്ന്? അതമ്മേ, തുളസി ചേച്ചി ലൈനിലുണ്ടായിരുന്നു. സംസാരിക്കാൻ പറഞ്ഞിട്ടെ ഇവൻ കേൾക്കുന്നില്ല. ഇവിടെ ഇരുന്ന് ആകാശത്ത് നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുമായിരുന്നു. അമ്മേ, എന്റെ ജീവിതം നിന്റെ കൂടെ ആന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. മനസ്സിൽ ആരാന്നൊന്നും എനിക്കറിയത്തില്ല. മനസ്സിൽ ആരാന്ന് അമ്മ തന്നെ ചോദിച്ചു നോക്ക്. അമ്മേ, ഇവളെ വിശ്വസിക്കരുത്. ഇവക്ക് വട്ടാമ്മേ.
ഞാനേതോ നാവില് വന്നൊരു പാട്ട് പാടിയതാ. ഏ പാട്ടോ? ആ, ഏത് പാട്ട്? ഒന്ന് പാടി, ഞാനൊന്ന് കേക്കട്ടെ. കുഴപ്പമായ പാട് പാട് പാട്. അമ്മേ, അത് ഞാനേ അമ്മ പറഞ്ഞു കേട്ടില്ലേ? പാട്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളെ ഈ ജന്മത്തിലെ മക്കളായി ജനിക്കുമെന്ന് പറയുന്നത് തെറ്റാ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളെ ഈ ജന്മത്തിലെ പെങ്ങളായിട്ടാ ജനിക്കുക. അമ്മേ, ചേട്ടൻ പാടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇവ മൊത്തം ഉടായിപ്പാ. നിന്നോട് പാടാനല്ലേ പറഞ്ഞത്? അമ്മേ, ഞാൻ പാട്ട് പാടണമല്ലേ? അപ്പൊ പാടാം, പാടണമല്ലോ. ശ്രുതി നിന്റെ തരികിട ഒന്നേ എന്റെ അടുത്ത് നടക്കത്തില്ല. ദേ, തുളസി ചേച്ചി വിളിക്കുന്നു. എടുക്ക്, സംസാരിക്കാൻ പറയാമ്മേ. ദാ, ഫോൺ വാങ്ങി സംസാരിക്ക്. മോനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ അവൾ ഇടയ്ക്ക് വിളിക്കുന്നത്. സംസാരിക്കും മോനെ. ഹലോ. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നോണ്ട് പരമസുഖ. കുംഭം 14 കർക്കിടക വാവ് കഴിഞ്ഞിട്ട്. അതിന് ഇനിയും കുറെ ദിവസമില്ലേ? കുറച്ച് നേരത്തെ വന്നൂടെ? എനിക്ക് പ്രേംചേട്ടനെ ഇപ്പൊ കാണണമെന്ന് തോന്നാ. വന്നൂടെ?